ഒരു കടയിൽ കയറി ബിരിയാണി ചോദിച്ചപ്പോൾ ബീഫിൻ്റെ ഉരുളി അങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ബിരിയാണിയാണോ? എന്നാലേ ഇത് ബിരിയാണിയാണ്. നമ്മുടെ മാഞ്ഞാലിക്കാരുടെ സ്വന്തം മാഞ്ഞാലി ബിരിയാണി. നമ്മൾ മലബാറുകാർക്ക് ഇതൊരു ബിരിയാണിയാണെന്നുള്ളത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ കാലങ്ങളായിട്ട് നല്ല ദം ബിരിയാണി കഴിക്കുന്നവർ. ബിരിയാണിയിലെ മസാല സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്യുന്നത്, റൈസും സെപ്പറേറ്റ് ആണ്. അത് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും. മാഞ്ഞാലി ബിരിയാണിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കുന്നത്. ചിക്കനിലും ബീഫിലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബീഫ് ബിരിയാണിയിലെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദം ബിരിയാണി എന്നല്ലെങ്കിലും കഴിക്കാൻ സംഭവം അടിപൊളിയായിരുന്നു. ആ മസാലയും ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇവരുടെ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലായിട്ട് ഒരു പുളിങ്കറിയും കൂടി കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു ജീരക സോഡയും കൂടി അങ്ങ് കുടിച്ച് വയറ് സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അത് കഴിച്ചത് നമ്മുടെ പറവൂര് മാഞ്ഞാലിക്കടവിലുള്ള നാസ് ബിരിയാണി സെൻറ്റർ. ഒരു കടയിൽ കയറി ബിരിയാണി ചോദിച്ചപ്പോൾ ബീഫിൻ്റെ ഉരുളി അങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ബിരിയാണിയാണോ? എന്നാലേ ഇത് ബിരിയാണിയാണ്. നമ്മുടെ മാഞ്ഞാലിക്കാരുടെ സ്വന്തം മാഞ്ഞാലി ബിരിയാണി. നമ്മൾ മലബാറുകാർക്ക് ഇതൊരു ബിരിയാണിയാണെന്നുള്ളത് അംഗീകരിക്കാൻ കുറച്ച്